നാളെ അന്ന് എന്ത് ചെയ്യണം? ഷാനു ഷമീന്റെ കേസില്ലാത്ത ഞാനുള്ളൂ. ഷാനം മറ്റേ ഞാൻ ഉള്ളിൽ മണ്ടറ വരെ കളിച്ചിരിക്കും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോടും കണ്ണൂരും പോലീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കോഴിക്കോട് കാക്കൂരിൽ ഗുണ്ടാ സംഘവും തലശ്ശേരിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ യുവതിയാണ് പോലീസിനെ ആക്രമിച്ചത്. കാക്കൂരിൽ വാഹനം തടഞ്ഞു നിർത്തിയുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്തതിനാണ് SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത്. പോലീസ് വാഹനം അക്രമികൾ തല്ലി തകർത്തു. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. ആദ്യം സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന അനീഷ്, നമ്മുടെ കോഴിക്കോട്ടെ പോലീസിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഈ കാക്കൂരിൽ നടന്നത് ഗുണ്ടാ പിരിവാണോ? അത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പോലീസിന് നേരെ ഉണ്ടായ ആക്രമണം. തീർച്ചയായും പോലീസിന് നിർഭയമായി അല്ലെങ്കിൽ ഈ കൃത്യനിർവഹണത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള 2 സംഭവങ്ങളാണ് 2 ജില്ലകളിലായി ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് കാക്കൂരിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ഗുണ്ടാപ്പിരിവെന്ന് തന്നെ പറയാം. കാരണം നാട്ടുകാരിൽ നിന്നും നിർബന്ധിതമായി പണപ്പിരിവ് നടത്തുന്നതിനിടെയാണ് ഈ പ്രതികളെ കുറിച്ചുള്ള വിവരം നാട്ടുകാർ പോലീസിന് നൽകിയത്. തുടർന്നാണ് പോലീസ് SI ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് എത്തുകയും പ്രതികളെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഈ എത്തുമ്പോൾ തന്നെ പ്രതികൾ പോലീസിന് നേരെ തട്ടിക്കയറുകയും പിന്നീട് അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു. കാക്കൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയ അബ്ദുൾ സലാം, പോലീസുകാരായ രജീഷ്, ബിജു എന്നിവരാണ് ഈ സ്ഥലത്ത് എത്തിയത്. ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. തുടർന്ന് ഇവരെ പിന്നീട് ആശുപത്രി പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആക്രമണം നടത്തിയ ഗുണ്ടകളായ 4 പേർ ഇതിനകം കസ്റ്റഡിയിലുണ്ട് എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ചേളന്നൂർ കാക്കൂർ വെസ്റ്റ് ഹിൽ സ്വദേശികളായ സുബിൻ KM, ബിജീഷ്, അജയ്, അതുൽ എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇവർ വലിയ ഒരു രീതിയിലുള്ള പണപ്പിരിവ് ഈ മേഖലയിൽ നടത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത്. നാട്ടുകാർ ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരം ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയതും ഈ പ്രതികളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. വന്നപ്പോൾ തന്നെ പോലീസ് തങ്ങൾക്കൊന്നുമല്ല എന്നുള്ള സ്ഥിരം ഇതേ രീതിയിൽ ഗുണ്ടാപ്പിരിവ് നടത്തുന്നവരാണോ? ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? കാരണം ഇപ്പോൾ 4 പേരാണല്ലോ പിടിയിലായിട്ടുള്ളത്. ഈ സംഘത്തിൽ, ഈ ഗുണ്ടാപ്പിരിവ് നടത്തുന്ന സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഈ 4 പേരാണ് ഇന്നലെ ഈ കൃത്യത്തിൽ ഈ സമയം ഉണ്ടായിരുന്നത് എന്നാണ്
പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ ഈ പിടിച്ചുപറി, മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ തുടങ്ങി അങ്ങനെയുള്ള ചില കേസുകൾ കൂടി എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായ കേസുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും നിത്യവും തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, ഏതാണ്ട് ഗുണ്ട രീതിയിൽ തന്നെ ഇടപെടുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരായ കേസുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തായാലും ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ പ്രാഥമികമായി തന്നെ ഇവർ നിരവധി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്ന ഒരു വിവരം പോലീസിനുണ്ട്. എന്തായാലും പോലീസുകാരെ തീരെ വകവയ്ക്കാതെയാണ് ഈ തട്ടിക്കയറുകയും ഇവരെ നേരെ അക്രമം നടത്തുകയും ചെയ്തു. ഒപ്പം പോലീസ് വാഹനം, ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർഭയരായ ആളുകളാണ്, മദ്യലഹരിയിലും മറ്റോ ആണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ട്. അവർ 1-2 പേരൊക്കെ കാര്യമായി മദ്യപിച്ചിരുന്നവരാണ് എന്ന വിവരവുമുണ്ട്. എന്തായാലും ഒരു ഗുണ്ടാപ്പിരിവെന്ന രീതിയിൽ തന്നെയാണ് അവർ അവിടെ പണം പിരിച്ചു ഇരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അനീഷ്, അതായത് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അങ്ങനെയെങ്കിൽ, കാരണം പോലീസിനെ പോലും വെറുതെ വിടാത്ത ഈ ക്രിമിനൽ സംഘങ്ങൾ നാട്ടുകാരെയും വലിയ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കണം, ഇതേ രീതിയിൽ വലിയ അക്രമം സൃഷ്ടിച്ചിരിക്കണം. അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സ്ഥിരം ക്രിമിനൽ സംഘങ്ങളാണെന്നോ അല്ലെങ്കിൽ ലഹരി സംഘങ്ങളാണെന്നോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് എത്രത്തോളം ഗൗരവത്തിലാണ് ഈ കേസിനെ കാണുന്നത് അനീഷ്? തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ട് ചില ആളുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ കുറെ അധികം ആളുകൾ ഇങ്ങനെ പണം നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും അവരാണ് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഈ നാട്ടുകാർ ഇവരെ കുറിച്ചുള്ള കാര്യമായ വിവരങ്ങൾ പറയുന്നില്ല. കാരണം ഇവർ എതിർക്കും പണം കൊടുക്കുന്നില്ല എന്നതിലുപരി ഇവരുമായി കൊമ്പ് കോർക്കാനോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാനോ നിൽക്കാൻ സാധ്യത. നമുക്കറിയാം, സാധാരണയായി മാന്യമായി യാത്ര ചെയ്യുന്ന ആളുകളും മറ്റുമൊക്കെ ഈ ഇടയ്ക്കെന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് ഒഴിവായി തടിതപ്പി പോകാനേ നോക്കൂ. കാരണം കൂടുതൽ സങ്കീർണതകളിലേക്ക് യാത്ര മാറ്റേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇത്തരം ഗുണ്ടാസംഘങ്ങളുമായി കൂടുതൽ നേരിട്ട് ഏറ്റുമുട്ടി അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിരവധി പേര് ഈ നാട്ടുകാർ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയും അതിനുശേഷമാണ് പോലീസ് സ്ഥലത്തെത്തി ഈ പ്രതികളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഈ പോലീസിനെതിരെ ഈ പ്രതികൾ രംഗത്ത് വരികയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും വാഹനം തകർക്കുകയും ഒക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രതികളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പോലീസ് സ്റ്റേഷനിൽ കൂടിയായിരുന്നു കേട്ടോ. അനീഷ്, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത സ്പോട്ട് ലൈവ് പരിശോധിച്ച കേസ് കോഴിക്കോട്ടെ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണമായിരുന്നുവെങ്കിൽ ഇനി കണ്ണൂരിലേക്ക് കൂടി ഒന്ന് പോകണം. കാരണം കണ്ണൂർ തലശ്ശേരിയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട ഒരു യുവതിയാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. തലശ്ശേരി കൂളി ബസാർ സ്വദേശിനി റസീന ഇന്നലെ നഗരത്തിൽ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ യുവതിയെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു തലശ്ശേരി SI ദീപ്തിയെ ആക്രമിച്ചത്. നടു റോഡിൽ നാട്ടുകാർക്ക് നേരെയും യുവതിയുടെ പരാക്രമമുണ്ടായി. ഈ റസീന ഇതിനു മുൻപും മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലീസും പറയുന്നു. അനീഷ്, ഈ ഒരു കേസിലേക്ക് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു സ്ത്രീ മദ്യപിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, നാട്ടുകാർക്ക് നേരെ ആക്രമണം നടത്തുന്നു, പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ SIയെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റസീനയെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അതിനുശേഷം എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? ടോമോ, ഇന്നലെ രാത്രി 8:30 ഈ തലശ്ശേരി ടൗണിൽ ഈ റസീന എത്തുന്നത്. അവിടെ ഒരു റോങ് സൈഡായി, അതായത് വഴിയിൽ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഇടത്ത് വാഹനം പാർക്ക് ചെയ്തിടുകയും വലിയ ഗതാഗത കുറിപ്പ് ആ ഭാഗത്ത് അനുഭവപ്പെടുകയും ചെയ്ത് ഇതേ തുടർന്ന് നാട്ടുകാർ ഈ വാഹനം മാറ്റണം അല്ലെങ്കിൽ ഈ വാഹനം മാറ്റി പാർക്ക് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിൽ രോഷാകുലയായ ഈ റസീന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും നാട്ടുകാർക്ക് നേരെ രൂക്ഷമായ അസഭ്യവർഷം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് നാട്ടുകാരിൽ ചിലർ ഇവരുടെ ഈ പെരുമാറ്റത്തെ ചോദ്യം ചെയ്തു. ഇതോടുകൂടി ഇവർ പുറത്തേക്ക് എത്തിയ ശേഷം ഈ ഇവരെ ചോദ്യം ചെയ്ത ആളുകൾക്ക് നേരെ കയ്യേറ്റം നടത്തുകയാണ്. നമുക്ക് ചില ഇതിൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവർ വഴിയിലേക്ക് വന്ന് ഒരാളുമായി ഏറ്റുമുട്ടൽ നടത്തുന്നത്, അയാളും തിരിച്ച് ഇവർക്ക് നേരെ തിരിയുന്നതുമൊക്കെ ഉണ്ട്. എന്നാൽ പോലീസ് എത്തി രണ്ടു കൂട്ടരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പുരുഷ പോലീസുകാരായതുകൊണ്ട് തന്നെ ആ മറുവശത്തുള്ള ആളെ
നീക്കം ചെയ്ത് ഇവരെ സുരക്ഷിതയാക്കി മറ്റു വശത്തേക്ക് നീക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിൽ മദ്യപിച്ച് ഏതാണ്ട് അർദ്ധബോധാവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെന്ന് അവർ ആടി ആടി നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവാം. അത്രമേൽ ലഹരിയിലായിരുന്നു അവർ എന്നത്. ഇതേ തുടർന്നാണ് ഈ നാട്ടുകാരുമായി പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് തലശ്ശേരിയിൽ നിന്നുള്ള പോലീസ് എത്തി പോലീസ് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സാധാരണഗതിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുക, ഒരു സ്ഥലത്ത് ബഹളം ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമൊക്കെയാണ് കേസെടുത്ത് അതിനുശേഷം അവരെ വൈദ്യപരിശോധന കിടത്തി പിന്നീട് വീട്ടിലേക്ക് വിടാറാണ് പതിവ്. എന്നാൽ ഈ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്കായി തലശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ വാഹനത്തിലുണ്ടായിരുന്ന SI ദീപ്തിയെ വനിതാ പോലീസുകാരിയാണ് അവരെ രൂക്ഷമായ രീതിയിൽ മർദ്ദിച്ച് അവരുടെ മുഖത്തടിക്കുകയും നിരവധി തവണ അവരെ മുഖത്തും കയ്യിലുമൊക്കെ മാറി മാറി അടിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ മദ്യവെച്ച് ബഹളമുണ്ടാക്കിയ കുറ്റത്തിനപ്പുറം ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ അടക്കം ഇവർക്കെതിരെ ചേർക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ ഇവരെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. സാധാരണഗതിയിൽ മദ്യപിച്ച കുറ്റത്തിന് എഴുതി വെച്ച് വേണമെങ്കിൽ സ്വയം ജാമ്യത്തിന് പോകാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവർ പിന്നീട് വനിതാ പോലീസുകാരെ മർദ്ദിച്ചതോടുകൂടി മറ്റു വകുപ്പുകളും ചേർത്ത് ഇവരെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ തലശ്ശേരി ചൊക്ലി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി അല്ലെങ്കിൽ മറ്റാളുകളുമായി ഈ പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയ രീതിയിലുള്ള കേസുകൾ ഇവർക്കെതിരെ നേരത്തെയും ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലകളിലെ ഒരു വലിയ തലവേദനയാണ് ഈ റസീന എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അനീഷ്. കാരണം നിരവധി നാട്ടുകാരും ഈ റസീനയ്ക്കെതിരെ പലപ്പോഴും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എത്ര പരാതി നൽകിയാലും പോലീസ് നടപടി സ്വീകരിച്ചാലും റസീനയുടെ ഭാഗത്തുനിന്നും പ്രകോപനപരമായ രീതിയിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. മദ്യപിച്ച് വീണ്ടും നാട്ടുകാർക്ക് നേരെ അസഭ്യം പറയുകയും നാട്ടുകാർക്ക് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരു പോലീസിനെ മാത്രമല്ല, ആ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ കൂടി അവർ ആക്രമിക്കുന്നുണ്ട്. കാലുകൊണ്ട് തൊഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആരാണ്? അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തിന്റെ പുറത്തായിരുന്നോ ആ രീതിയിൽ റസീനയുടെ ആക്രമണം? അതോ ഈ മദ്യപിച്ച് ലക്ക് കെട്ടുള്ള ഒരു പ്രവൃത്തിയാണോ ഈ യുവതിയുടെ ഭാഗത്ത് ഉണ്ടായത്? ടോം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ റോഡിലെത്തിയ ശേഷം ഈ സൈഡിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റു യാത്രക്കാർ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു വഴിയിൽ വരുന്ന വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും ഇവരുടെ ഈ വാഹനം മൂലമുണ്ടാവുക. അതുകൊണ്ട് തന്നെ മാറ്റണമെന്ന ആവശ്യം സാധാരണഗതിയിൽ ആദ്യം തന്നെ ആളുകൾ പറയുന്നു. പക്ഷേ ഇവർ വാഹനത്തിൽ നിന്നും ഈ ആളുകൾ ആവശ്യപ്പെട്ടതോടുകൂടി ഇറങ്ങി വന്ന് തന്നെ ചുവടുറയ്ക്കാത്ത കാലുകളോടുകൂടിയാണ് അതിനുശേഷം രൂക്ഷമായ അസഭ്യവർഷവും നാട്ടുകാർക്കെതിരെ നടത്തുകയുണ്ടായി. തുടർന്ന് നാട്ടുകാർ ഒന്നായി സംഘടിച്ച് ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കൊണ്ടെടുത്ത് നിൽക്കുന്ന ആൾക്കെതിരെ ഇവർ തിരിയുകയും അയാളെ മർദ്ദിക്കുകയും ചെയ്യുന്നത്. കാലുവീശി തൊഴിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം അയാളുടെ ഭാഗത്തു നിന്നും ആ സമയത്ത് അതേ രീതിയിലുള്ളൊരു പ്രകോപനം ഉണ്ടാവുന്നതായി നമുക്ക് കാണാം. പക്ഷേ പോലീസ് ഇടപെട്ട് അയാളെ പിന്നോട്ട് തിരിപ്പിക്കുകയും ഇവരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ സമയങ്ങളിലെല്ലാം ഇവർ ഏതാണ്ട് കുഴഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും വലിയ വീര്യത്തോടു കൂടിയാണ് അവരുടെ സംസാരം ഉണ്ടാവുന്നത്. അവർ വലിയ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും അയാൾ ആ വഴിയിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവർ അയാൾക്ക് നേരെ വലിയ രീതിയിലുള്ള അസഭ്യവർഷം കേട്ടാലറയ്ക്കുന്ന ഭാഷയിലുള്ള വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും കണ്ണൂർ തലശ്ശേരിയിലുമാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. കോഴിക്കോട് കാക്കൂരില് ഗുണ്ടാ പിരിവ് നടത്തുന്നത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പോലീസിന് നേരെ സംഘടിതമായ ആക്രമണം. തലശ്ശേരിയില് യുവതി മദ്യപിച്ച് ലക്കുകെട്ട് പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുകയായിരുന്നു. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് റോബിൻ ബസിന്റെ കേസാണ്. പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് വിട്ടയച്ച റോബിൻ ബസ് വീണ്ടും സർവീസ് പുനരാരംഭിച്ച ഒരു ദിവസമായിരുന്നത്. പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത്. പുലർച്ചെ 5-ന് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട ബസ് 2 കിലോമീറ്റർ പിന്നിട്ട് മൈലപ്രയിലെത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും പരിശോധിക്കാനായി തടഞ്ഞു. ഈ പരിശോധന പൂർത്തിയാക്കിയ ശേഷം യാത്ര തുടരാൻ അനുവദിച്ചു. പക്ഷേ വീണ്ടും മൂവാറ്റുപുഴയിൽ എത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും പരിശോധിക്കുന്നു.
അങ്ങനെ ഇപ്പോൾ കേരളത്തിന്റെ അതിർത്തി മോട്ടോർ വാഹന റോബിൻ ബസ് പിന്നിടുകയാണ്, കോയമ്പത്തൂരിലേക്ക് വീണ്ടും സർവീസ് നടത്തുകയാണ്. പക്ഷെ എങ്കിൽ പോലും റോബിനെ മോട്ടോർ വാഹന വകുപ്പ് വേട്ടയാടുകയാണോ എന്നൊരു ചോദ്യമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തുകയാണ് റോബിൻ ബസ്. ഇപ്പോൾ ഏറെ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു. പക്ഷെ അവിടെയും മോട്ടോർ വാഹന വകുപ്പിന്റെ വേട്ടയാടൽ തുടരുകയാണോ? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ചുറ്റും ഒരു ദിവസം എത്രയേറെ ബസ്സുകളാണ് നിയമലംഘനം നടത്തി ഈ നിരത്തിലൂടെ പായുന്നതെന്ന് നമുക്ക് മുന്നിൽ തന്നെ കാണുന്നതാണ്. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് റോബിൻ ബസിനെ മാത്രം മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓരോ ജില്ല വിടുന്തോറും പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് തന്നെയാണ് റോബിൻ ബസിന്റെ ഉടമയും ചോദിക്കുന്നത്. എത്രയധികം ബസ്സുകളാണ് ഒരു ദിവസം നിരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് പായുന്നത്? എങ്കിൽ പോലും എന്തുകൊണ്ടാണ് റോബിൻ ബസിനെ മാത്രം ഇത്രയധികം ചൂഷണം ചെയ്യുന്നത്? കാരണം ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ കൃത്യം പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള യാത്ര റോബിൻ ബസ് പുറപ്പെട്ടു. അതിൽ ആദ്യം കോട്ടയം മൈലപ്രയിലെത്തിയപ്പോൾ ഒരു സംഘം MVD ഉദ്യോഗസ്ഥരെത്തുന്നു, പരിശോധിക്കുന്നു. അതിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ID കാർഡ് അടക്കം നോക്കി പരിശോധിക്കുന്നു. അവർ ബുക്ക് ചെയ്തതാണോ അതോ വഴിയിൽ നിന്നും കയറിയതാണോ എന്നതടക്കമുള്ള രേഖകളൊക്കെ പരിശോധിക്കുന്നു. പിന്നീട് ബസ് ഉടമയോട് ബസിന്റെ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ നൽകാൻ പറയുന്നു. ഇതെല്ലാം നൽകി. അപ്പോഴൊന്നും യാതൊരു വിധത്തിലുള്ള നിയമലംഘനങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് ബസ് സർവീസ് പുനരാരംഭിക്കുന്നു. ഇടുക്കി ജില്ലയിലേക്ക് കടന്ന് ഏകദേശം എറണാകുളത്തോട് അടുക്കുമ്പോൾ, അതായത് മൂവാറ്റുപുഴ എത്തുന്നു. ആനിക്കാട് എന്നുള്ള സ്ഥലത്ത് വീണ്ടും MVD ഉദ്യോഗസ്ഥർ എത്തുന്നു. അവിടെ വെച്ച് വീണ്ടും ബസ് തടഞ്ഞ് ആളുകൾ ബസ്സിനുള്ളിലേക്ക് കയറുന്നു. നിയമലംഘനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഈ കോട്ടയത്ത് കണ്ട പോലെ തന്നെ ഈ യാത്രക്കാരോടും ID കാർഡ് അടക്കം നൽകാൻ പറയുന്നു. അത് പരിശോധിക്കുന്നു. അവരുടെ ടിക്കറ്റ് അടക്കം നോക്കുന്നു. അതിനുശേഷം ഈ ബസ് ഉടമയോട് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ പറയുന്നു. ഇതെല്ലാം നോക്കുന്നു. കൃത്യമായി തന്നെ യാതൊരു വിധത്തിലുള്ള നിയമലംഘനമൊന്നും ഇല്ല എന്ന് കണ്ടെത്തുന്നു. തുടർന്ന് വീണ്ടും ബസ്സിനോട് യാത്ര തുടരാൻ അനുവാദം നൽകുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ മനഃപൂർവ്വം ഈ ഒരു റോബിൻ ബസിനെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത്. ഈ 82,000 രൂപയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം റോബിൻ ബസ് ഉടമ പിഴ അടച്ച ശേഷം നിരത്തിലിറക്കിയത്. ആ സമയത്ത് തന്നെ ഈ റോബിൻ ബസിന്റെ ഉടമ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് യാതൊരുവിധ നിയമലംഘനവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് താൻ ഈ ബസ് നിരത്തിലിറക്കുന്നത്. പിന്നെയും എന്തിനാണ് തന്നെ ഇങ്ങനെ പിന്തുടർന്ന് തന്റെ ജീവിത ഉപാധി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് റോബിൻ ബസ് ഉടമ ചോദിക്കുന്നത്. 3-4 പ്രാവശ്യം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അവിടെ കിടന്ന് താൻ ഈ നിയമങ്ങളെല്ലാം പഠിച്ചുവെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ MVD ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് സാധാരണ ഒരു ചെക്കിംഗ് ആണ്. ഒരു ബസ് ഇറങ്ങുമ്പോൾ അതിൽ ഉണ്ടാകുന്ന റോബിൻ ബസിന്റെ സർവീസ് പൂട്ടിക്കുക തന്നെയാണോ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം? കാരണം ഈ റോബിൻ ബസിന്റെ ജീവനക്കാരും ഉടമയും ഒക്കെ പറയുന്നത് പോലെ ആ സമയം, അതായത് റോബിൻ ബസ് സർവീസ് നടത്തുന്ന സമയത്ത് നിരവധി ബസ്സുകൾ സമാനമായ രീതിയിൽ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ഒരു ബസ് പോലും തടഞ്ഞു നിർത്തിയില്ല, പരിശോധിച്ചില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഒരു യാത്രക്കാരന്റെയും ID ചോദിച്ചില്ല. പക്ഷേ റോബിൻ ബസിനെ മാത്രം എന്തിനാണ് ഇതേ രീതിയിൽ പിന്തുടരുന്നത് എന്ന ചോദ്യം ജീവനക്കാർ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹവും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തുടർച്ചയായി ഇതേ രീതിയിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം? തീർച്ചയായിട്ടും ഒരു ബസ് ഒരു യാത്ര 5 മണിക്ക് യാത്ര പുറപ്പെടുന്നു. 2 കിലോമീറ്റർ ഇപ്പുറം എത്തുമ്പോൾ ഒരു സംഘം MVD ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. രേഖകൾ പരിശോധിക്കുന്നു. നിയമലംഘനമൊന്നും ഇല്ല എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം പിന്നീട് യാത്ര തുടരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അടുത്ത ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും MVD ഉദ്യോഗസ്ഥരെത്തുന്നു, പരിശോധിക്കുന്നു. എന്തിനാണ് അടിക്കടി ഇങ്ങനെ
ഒരു പരിശോധന എന്നാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത്. കാരണം ഒരു ദിവസം നിരത്തിലിറങ്ങുന്ന എത്രയോ ബസ്സുകളാണ് ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടുപോകുന്നത്. അതും ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്ന് തന്നെ നിയമലംഘനം നടത്തുന്ന ബസ്സുകളുണ്ട്. പക്ഷെ അവർക്കാർക്കും കൊടുക്കാത്ത അല്ലെങ്കിൽ അവരോടൊന്നും കാണിക്കാത്ത ഒരു പരിഗണന എന്തുകൊണ്ടാണ് ഈ റോബിൻ ബസ്സിനെതിരെ കാണിക്കുന്നത്? കാരണം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ, അതായത് അദ്ദേഹത്തിന്റെ ആ ബസ്, ഈ റോബിൻ ബസ് ഉടമയുടെ ആ ബസ് വർഷങ്ങളായി, നാളുകളായി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് നിയമലംഘനമുണ്ടെന്ന് കണ്ടെത്തുന്നു. അദ്ദേഹം ജയിലിൽ പോകുന്ന സാഹചര്യം, അയാൾക്കെതിരെ കുറ്റങ്ങൾ ചുമത്തുന്നു. പിന്നീട് പിഴ ഈടാക്കാൻ പറയുന്നു. 82,000 രൂപ പിഴ ഒടുക്കുന്നു. അതിനുശേഷം വീണ്ടും ബസ് ഇറക്കുന്നു. വീണ്ടും ആ ബസ്സിനെതിരെ ഏതെങ്കിലും വകുപ്പ് ചുമത്തി വീണ്ടും അതിന്റെ സർവീസ് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് MVD പ്രവർത്തിക്കുന്നത്. പക്ഷേ MVDയുടെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം ഇതൊരു പ്രാഥമികമായ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ചെക്കിംഗ് മാത്രമാണ്, മറ്റു രീതിയിലൊന്നുമില്ല. നിയമലംഘനങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്ന വിശദീകരണം. പക്ഷേ ഒരിടത്ത് ചെക്ക് ചെയ്ത് ആ സമയത്ത് യാതൊരുവിധ നിയമലംഘനമൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ട് പിന്നെ എന്തിനാണ് മറ്റൊരിടത്തേക്ക് വന്ന് വീണ്ടും അതേ ചെക്കിംഗ് തന്നെ നടത്തുന്നു എന്ന ചോദ്യമാണ് റോബിൻ ബസിന്റെ ഉടമയും ചോദിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിക്കുന്ന പോലെ ഇത് കേരളത്തിലെ ആർക്കും ഇത്തരമൊരു ചോദ്യം, സംശയം ഉയരാം. എന്തിനാണ് മോട്ടോർ വാഹന വകുപ്പ് റോബിനെ മാത്രം പിന്തുടർന്ന് വേട്ടയാടുന്നത്? അത് റോബിനെ പൂട്ടിക്കുകയാണോ അവരുടെ ലക്ഷ്യം? അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആരാണ്? സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തൂ. 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26-ാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പോൾ അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ തന്നെ, അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വയനാട് വാഗേരിയിലെ ജനങ്ങൾ കടുവ ഭീതിയിലാണ്. ഇന്നലെയും പ്രദേശത്ത് വീണ്ടും കടുവ എത്തിയതോടെ പലരും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം പശുവിനെ ആക്രമിച്ച കടുവയ്ക്കായി മേഖലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാറക്കാട്ട് സുരേന്ദ്രന്റെ തൊഴുത്തിന് സമീപത്താണ് വൈകുന്നേരം കൂട് സ്ഥാപിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുന്നുണ്ട്. ജിൻസ്, ഒരു കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം കർഷകർക്ക് വീണ്ടും ഭീഷണിയായി കടുവ ശല്യം അവിടെ വാഗേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം പശുവിനെ ആക്രമിക്കുന്നു. ഈ കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടോം, നിലവിൽ ഈ വാഗേരി CCയിൽ ഭീതി വിധിച്ച കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. ഉടനെ തന്നെ ഈ കടുവ കുടുങ്ങുന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് വാഗേരി CCയിൽ ഈ പശുക്കിടാവിനെ ആക്രമിച്ച് കൊന്നത്. ഞാറയിൽ ശ്രീധരന്റെ 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെയായിരുന്നു തൊഴുത്തിൽ വെച്ച് ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം വീണ്ടും ഈ തൊഴുത്തിൽ എത്തുകയായിരുന്നു. ഇവിടെ നിലവിൽ വനംവകുപ്പിന്റെ 10 ക്യാമറകൾ ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറയിലാണ് വീണ്ടും ഈ കടുവ എത്തുന്നത് ദൃശ്യം പതിഞ്ഞത്. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ കടുവ ഈ കൂട്ടിൽ കുടുങ്ങുമെന്നുള്ള ഒരു
കണക്കുകൂട്ടലിലാണ് നിലവിലുള്ളത്. അതേസമയം ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ക്ഷീരകർഷകരാണ് കൂടുതലായിട്ടും ഉള്ളത്, തോട്ടം മേഖലയാണ് കൂടുതലും. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും പറയുകയാണെങ്കിൽ കാപ്പിത്തോട്ടങ്ങളാണ്. ഇപ്പോൾ നിലവിൽ കാപ്പി പറിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ കടുവ ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കാപ്പി കർഷകരും വലിയ പ്രതിസന്ധിയിലാണ്. പ്രധാനമായും ഈ വാഗേരി, CC, അതുപോലെ തന്നെ മറ്റുള്ള മുണ്ടക്കൈ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വന്യമൃഗ ആക്രമണം നേരത്തെ മുതലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഒരു പെൺകടുവയെ ഈ പ്രദേശത്ത് നിന്നും പിടികൂടിയിരുന്നു വനം വകുപ്പ്. അതിനുശേഷം അതിനെ ബത്തേരിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ നിലവിൽ ഈ കടുവ പരിചരണ കേന്ദ്രത്തിൽ നിലവിൽ 7 കടുവകളാണുള്ളത്. നിലവിൽ അവിടെ എല്ലാം ഫില്ലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ കർഷകനെ ആക്രമിച്ച കടുവയെ നേരെ തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടിയാൽ തന്നെ എവിടെ പാർപ്പിക്കും എന്നുള്ള കാര്യത്തിലും നിലവിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആ കർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇവിടെ ഇപ്പോൾ, അതായത് ഈ പശുവിനെ ആക്രമിച്ച കടുവയെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടോ? ഈ കടുവയെയും വെടിവെച്ച് കൊല്ലണമെന്നാണോ നാട്ടുകാരുടെ ആവശ്യം? സാധാരണ നരഭോജി കടുവകളെ വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട്, പക്ഷെ ഇവിടെ ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കർഷകരുടെ ജീവന് പോലും അത് ഭീഷണിയാകൂലേ? തീർച്ചയായിട്ടും നിലവിൽ കർഷകരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത്. നേരത്തെ ഈ വനം വകുപ്പ് ആദ്യമേ ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുകയും പിന്നീട് കൂട് വെക്കാനുള്ള ഒരു സാങ്കേതികത്വം നമുക്ക് ഉത്തരവ് കിട്ടുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഇതിനെ ഈ പരിസരത്ത് വീണ്ടും കടുവയുണ്ടോ എന്ന് കൃത്യമായി കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ കൂട് വെക്കാനുള്ള അനുമതി പോലും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ക്യാമറയിൽ കുടുങ്ങിയ കടുവ നേരത്തെ ആക്രമിച്ചതാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് തൊഴുത്തിന് ചേർന്നുള്ള പ്രദേശത്ത് ഇപ്പോൾ കൂട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ പെട്ടെന്ന് തന്നെ ഈ കടുവ കുടുങ്ങുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും ഉള്ളത്. ടോം, വ്യക്തമാണ്. ജിൻസാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ കടുവയെ പിടികൂടിയാലും ഒരുപക്ഷെ കർഷകരുടെ ആശങ്കയ്ക്ക് പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. വന്യജീവി ആക്രമണം വലിയ രീതിയിൽ ഈ മലയോര മേഖലയിലെ കർഷകരെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഇതൊരു പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ കർഷകരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.